ഹായ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പ്രീമിയം കളക്ഷൻ അഡീനിയം പ്ലാന്റ്സിൻ്റെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. സോ ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കാണണം. ഓക്കെ, സോ 6ാമത്തെ വീഡിയോ വരെ നോർമൽ അഡീനിയം പ്ലാന്റ് കളക്ഷൻസും ബാക്കി 7 മുതൽ 10 വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീമിയം കളക്ഷൻസും ആണ്. ഇത് നമ്മുടെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി കളറാണല്ലേ, നമ്മൾ അധികം കാണാത്ത ഒരു ബ്രൗൺ കളറും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്ന ഒരു വെറൈറ്റി ഫ്ലവറാണ്. മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. 2 ലെയേഴ്സ് ആയിരിക്കും ഈ പെറ്റൽസ് ഈ ഫ്ലവറിനുണ്ടായിരിക്കുക. നമുക്ക് ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R404. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. പിങ്ക് പ്ലസ് ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. വളരെ ഭംഗിയാണ്. വളരെ നേരത്തെ രീതിയിൽ മാത്രം സെൻറ്ററിൽ കൂടെ ആ പിങ്ക് ലൈനും വരുന്നുണ്ട്. മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. നമ്മൾ കോഡ് നൽകുന്നത് R405. നെക്സ്റ്റ് വരുന്നതും ഈ സെയിം കളർ ഷെയ്ഡ് തന്നെയാണ്. പിങ്ക് പ്ലസ് ഒരു വയലറ്റും വൈറ്റും ഷെയ്ഡ് വരുന്നൊരു കളറാണ്. 2 ഫ്ലവർ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതിൻ്റെ ഡിസൈനിലാണെങ്കിലും ആ ഷേപ്പിലും വളരെ വ്യത്യാസമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവറാണ്. നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് R407. നെക്സ്റ്റ് വരുന്നത് ഒരു ക്യൂട്ട് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ്. പിങ്ക് പ്ലസ് റോസും നമുക്ക് പറയാം. ആ വൈറ്റ് ഷെയ്ഡും റോസും മിക്സ് ചെയ്തിട്ട് നല്ല നേരത്തെ ഒരു സ്മൂത്ത് ലൈൻ, ഒരു പിങ്ക് ലൈനും വരുന്നുണ്ട് സെൻറ്ററിൽ കൂടെ പെറ്റൽസിൻ്റെ. സോ വളരെ ഭംഗിയാണ്. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R408 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് റോസ് കളർ ഫ്ലവർ ആണ്. വളരെ നേരത്തെ രീതിയിൽ നമുക്ക് സെൻറ്ററിൽ വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. ആ വൈറ്റിൽ ആ ഡാർക്ക് ഷെയ്ഡിൽ തന്നെ, അതായത് ആ റോസ് ഷെയ്ഡിൽ തന്നെ ലൈൻസും വരുന്നുണ്ട്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. ഇത് ഒത്തിരി ഫ്ലവർ ഉണ്ടാകും ഈ പ്ലാന്റിൽ. സോ നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് R409. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച അതേ പ്ലാന്റിൻ്റെ സെയിം തന്നെയാണ് ഇതും. കളറ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ആ 2 ഫ്ലവറും ശരിക്കും ഒരേപോലെ നമുക്ക് തോന്നും. ഇത് കുറച്ചും കൂടെ വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡാണ്. മറ്റേത് കുറച്ച് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. വളരെ ഭംഗിയായിരുന്നൊരു ഫ്ലവറാണിത്. നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകുന്നത് R410. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് ബ്രൗൺ, ഒരു കോഫിയുടെ ഒക്കെ കളർ വരുന്ന, സെൻറ്ററിൽ കോഫിയുടെ ഒക്കെ കളറും പ്ലസ് റെഡ് ഷെയ്ഡ് വരുന്നൊരു കോമ്പിനേഷനിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R412. നെക്സ്റ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിലും ഇതേ സെയിം ഒരു ഫ്ലവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ ഈ പെറ്റൽസിന് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു റോസ് കളർ ഷെയ്ഡും വരുന്നുണ്ട്. വളരെ ഭംഗിയാർന്ന ഒരു മൾട്ടിപ്പെറ്റലാണ്. ഇതിൽ 2, 3, 4 ലെയേഴ്സ് ഓഫ് പെറ്റൽസ് വരും. വളരെ ഭംഗിയാണ്. ഇത് ഒത്തിരി വലിപ്പവും വയ്ക്കും ഈ ഫ്ലവർ, കേട്ടോ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R415 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു വെറൈറ്റി എക്സോട്ടിക് പ്ലാന്റ് ആണ്. നമ്മുടെ മെറൂണിഷ് റെഡും പ്ലസ് പിങ്ക് ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു പ്ലാന്റാണിത്. ഫസ്റ്റ് പെറ്റൽസും ബാക്കി പെറ്റൽസും, അതായത് 2ാമത്തെയും 3ാമത്തെയും ലെയറിൽ വരുന്ന പെറ്റൽസും വേറെ കളറായിരിക്കും. ഫസ്റ്റ് പെറ്റൽ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡായിരിക്കും. വളരെ ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനും. സോ ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R417 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റിയാണ്. ഒരു ലാവൻഡർ കളറും ഒരു ലൈറ്റ് ക്രീം, ഒരു യെല്ലോ അല്ല പക്ഷെ ഒരു ക്രീമിഷ് കളറും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനിലാണ്. ലാവൻഡർ ലൈൻ വളരെ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് ആ വയലറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. കുറച്ച് വെറൈറ്റിയാണ്, എക്സോട്ടിക് വെറൈറ്റിയാണ്. നമുക്ക് ഈ പ്ലാന്റിന് കോഡ് നൽകുന്നത് R419 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും വളരെ ഭംഗിയായിരുന്നൊരു ഫ്ലവറാണ്. നമ്മുടെ ഈ ചന്ദനത്തിൻ്റെയൊക്കെ കളറില്ലേ, ഒരു സാൻഡിൽ കളർ പ്ലസ് ഒരു പിങ്ക് ഷെയ്ഡും വരുന്ന ഒരു കളർ കോമ്പിനേഷനും പിന്നെ റെഡും കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലവറാണിത്. ട്രൈ കളർ നമുക്ക് പറയാം. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R420 എന്നാണ്.
നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലവർ നല്ല ഫുൾ ഫ്ലവർ, ഈ ഫ്ലവർ നല്ല ഫുൾ ഫ്ലവറായി മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ എഡ്ജസിൽ മാത്രം നല്ലൊരു ഡാർക്ക് ഷെയ്ഡും വരുന്നതായിരിക്കും. മൾട്ടിപെറ്റൽ തന്നെയാണ്. നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് R422. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒട്ടുമിക്ക കളറും വയലറ്റ് ഷെയ്ഡിൽ വരുന്ന കളറാണ്. 2-3 ഫ്ലവേഴ്സ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. നമ്മൾ വളരെ ഭംഗിയായിരുന്നു, അതായത് നമ്മൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ ചിറകൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പെറ്റൽസാണ് ഇതിനും. വളരെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഷെയ്ഡിൽ ലാവൻഡർ കളർ വരുന്നൊരു ഷെയ്ഡും അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു യെല്ലോയും റോസും റെഡും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. വളരെ ഭംഗിയാണ് ഇത്. ഇപ്പം ആ ഫുൾ ഫ്ലവർ ആയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. സോ ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R423 എന്നാണേ. നെക്സ്റ്റ് വരുന്നതും ഒരു ഡാർക്ക് പർപ്പിളാണ്. ഇത് ശരിക്കും ഒരു ഫുൾ ഫ്ലവറായി മാറുമ്പോൾ ബ്ലാക്കായി തന്നെ നമുക്കറിയാൻ പറ്റും, ബ്ലാക്ക് കളറായിട്ട് മാറും. ആ ബ്ലാക്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും വയലറ്റും കൂടെ ചേർന്ന് വളരെ ഭംഗിയാണ്. ഇത് ഫുൾ ഫ്ലവറായി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R424 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ക്യൂട്ട് പിങ്ക് ഷെയ്ഡ് ഫ്ലവറാണ്. പിങ്ക് പ്ലസ് റോസ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. വൈറ്റും ഒരു പിങ്ക് പ്ലസ് വൈറ്റ് പ്ലസ് റോസ് ട്രൈ കളർ നമുക്ക് പറയാം, അങ്ങനെ ഒരു വരുന്നൊരു പ്ലാന്റാണിത്. മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R425 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും വളരെ ഭംഗിയായിരുന്നൊരു ഫ്ലവറാണ്. ഒരു റെഡ് ആണെങ്കിൽ പോലും ഒരു മെറൂണിഷ് റെഡാണ്. മെറൂണിഷ് റെഡും പ്ലസ് വൈറ്റ് ഷെയ്ഡുമാണ്. ആ വൈറ്റ് ഡിസൈൻ വരുന്നത് ഫസ്റ്റ് പെറ്റൽസിൽ വൈറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ബാക്കി അകത്ത് വരുന്ന പെറ്റൽസിലെല്ലാം ആ എഡ്ജസിൽ മാത്രമായിരിക്കും വളരെ തിൻ ലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും വൈറ്റ് കളർ വരുന്നത്. വളരെ ഭംഗിയാണിത്, എക്സോട്ടിക് വെറൈറ്റി. സോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R426 എന്നാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു രീതിയാണ് ഇതും. ഒരു ബ്ലാക്കിഷ് റെഡും നല്ല ബ്ലാക്കായി മാറും ഈ പ്ലാന്റും. നല്ല ബ്ലാക്കും റെഡും കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ കോമ്പിനേഷനിലെ ഫ്ലവറാണിത്. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R435 എന്നാണ്. നെക്സ്റ്റ് സെയിം നമ്മൾ തൊട്ട് മുൻപേ കാണിച്ച അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതും. പക്ഷേ ആ ഒരു വെറൈറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റതിൽ ആ റെഡിൻ്റെ കളർ കുറച്ചും കൂടെ അധികവും, ഇതിൽ വളരെ തിന്നായിട്ടായിരിക്കും. ആ സെൻറ്റർ ലൈൻസ് മാത്രമാണ് റെഡ് വരുന്നത്. ഒരേ കളറിൽ താണെങ്കിൽ പോലും അതിൻ്റെ പെറ്റൽസിലായാലും അതിൻ്റെ ആ ഒരു ഷേപ്പിലായാലും വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R436 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ റോസ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്. ആ ഒരു വൈറ്റ് കളർ സെൻറ്റർ പാർട്ടിൽ മാത്രം റോസ് ലൈനും വരുന്നുണ്ട്. ഫസ്റ്റ് പെറ്റൽസിൽ ആ റോസ് ഷെയ്ഡായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ ആ റോസ് എന്നത് വളരെ ലൈറ്റ് ഷെയ്ഡിലായിട്ട് പിങ്ക് കളറായിട്ട് മാറുന്നതായിരിക്കും. മൾട്ടിപെറ്റൽ തന്നെയാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R438 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സെയിം കളർ വെറൈറ്റി തന്നെയാണ്. നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച ആ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ആ പെറ്റൽസിൻ്റെ ഷേപ്പിലായാലും അതിൻ്റെ ആ എഡ്ജസിൻ്റെ ആ ഒരു കൂർത്ത രീതി കണ്ടോ? തൊട്ട് മുൻപ് കണ്ട കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും എന്തോ ഒരു വ്യത്യാസമാണ് ഈ ഫ്ലവറും ആ ഫ്ലവറും തമ്മിൽ. ഇതിൻ്റെ കളറിൽ മാത്രമാണ് ഇത് സെയിം, പക്ഷേ അതിൻ്റെ ഡിസൈനിലാണെങ്കിലും അതിൻ്റെ ഷേപ്പിലായാലും അതിൻ്റെ ആ ഒരു എഡ്ജസ് കണ്ടോ? നല്ല കൂർത്തൊരു ഡിസൈനിൽ വരുന്നത് നല്ലൊരു ഫ്ലവറാണിത്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R439 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച ഫ്ലവറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളറും കൂടെയാണ് വരുന്നത്. ഒരു ലൈറ്റ് യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന വളരെ ഭംഗിയാർന്ന ഒരു ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R445 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഫ്ലവറാണ്. യെല്ലോയിൽ വളരെ നേർത്ത രീതിയിൽ മാത്രം സെൻറ്റർ പാർട്ടിൽ ഒരു റെഡിഷ് ലൈനും വരുന്നുണ്ട്.
നമ്മൾ മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R450. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്കും പ്ലസ് റോസ് ഷെയ്ഡും വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവർ. ഇത് ഒരു 3 ലെയേഴ്സ് പെറ്റൽസെങ്കിലും ഉണ്ടാവും, 3 to 4 ലെയേഴ്സ് പെറ്റൽസെങ്കിലും ഉണ്ടാവും. നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് R452 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞ ബ്ലാക്ക് വെറൈറ്റീസിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ഇതും നല്ലൊരു ബ്ലാക്കായി മാറും, ഒരു വയലറ്റ് പ്ലസ് ബ്ലാക്ക് ഷെയ്ഡും പിന്നെ അതിൽ കൂടെ റെഡ് ലൈനും ഒക്കെ വന്നിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണിതും. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R454. നെക്സ്റ്റ് വരുന്നത് ഒരു ലാവൻഡർ പ്ലസ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന യെല്ലോ, നമുക്ക് പറയാം നല്ല യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോയിഷ് കളറും ലാവൻഡറും കൂടെ ചേർന്ന് വളരെ ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. ഈ പെറ്റൽസിൻ്റെ ഒക്കെ രീതിയും നമുക്ക് ശ്രദ്ധിക്കാം. ആ ഫസ്റ്റ് പെറ്റൽ കഴിഞ്ഞ് കുറച്ച് ഒരു അടുക്കി തൊട്ട് രീതിയിലായിരിക്കില്ല ലെയേഴ്സ് വരുന്നത്. കുറച്ചൊരു ഹൈറ്റ് വന്നിട്ടായിരിക്കും അതിൻ്റെ സെക്കൻഡ് ലെയറും വരുന്നത്. ഭയങ്കര വ്യത്യാസമാണ് ഈ ഫ്ലവർ. സോ ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R455. നെക്സ്റ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ പ്ലസ് ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നൊരു ഫ്ലവറാണ്. മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R458. നെക്സ്റ്റ് വരുന്നത് നമ്മളെ ആ ബ്ലാക്ക് കളക്ഷനിൽ വരുന്ന ഒരു എക്സോട്ടിക് വെറൈറ്റിയാണ്. ബ്ലാക്ക് പ്ലസ് ഒരു റോസ് ഷെയ്ഡിൽ വരുന്നതാണ്. ഈ ഫ്ലവേഴ്സ് എല്ലാം മൊട്ടായിരിക്കുമ്പോൾ സമയത്ത് നല്ലൊരു പർപ്പിളായിരിക്കും. ആ ഒരു കളറ് നല്ലൊരു ഫുൾ ഫ്ലവറായി മാറുമ്പോൾ ആ ഒരു ബ്ലാക്ക് തന്നെയായിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനും. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R464. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണ്. ആ ഒരു റെഡ് പെറ്റൽസ് ആദ്യത്തെ ലെയറിലായിരിക്കും, ബാക്കി ഉള്ള ലെയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ആ റെഡ് കുറഞ്ഞ് ഒരു റോസ് ഷെയ്ഡിലേക്ക് മാറുന്നതായിരിക്കും. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R465. നെക്സ്റ്റ് വരുന്നതും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് എല്ലാം നിങ്ങളൊന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഈ ഷെയ്ഡിൽ വരുന്ന ഇപ്പോൾ ഒരു സെയിം കളർ തന്നെയാണ് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു ഷെയ്ഡിലും, ഒരു വയലറ്റ് പ്ലസ് റോസ് ഷെയ്ഡിലൊക്കെ. പക്ഷേ ഓരോ ഫ്ലവറും ഓരോ രീതിയിൽ ആണ് ഷേപ്പും ഡിസൈനും അതിൻ്റെ പെറ്റൽസിൻ്റെ ഭംഗിയും ഒക്കെ വരുന്നത്. നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് R467 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. ഇതും ഒത്തിരി ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിനും. അതായത് ആ ലീവ്സ് കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാവും. മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R475 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ പെറ്റൽസിൻ്റെ ഒരു രീതിയാണ്. അതായത് വളരെ കൂർത്തിട്ട് അടുക്കി തട്ട് ലെയേഴ്സ് അല്ല, പക്ഷെ കുറച്ച് വേറെ ഡിസൈനാണിത്. ഒരു യെല്ലോ പ്ലസ് പിങ്കിഷ് ഷെയ്ഡ് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R476 എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ, അതായത് 9ാമത്തെ വീഡിയോ പാർട്ടിൻ്റെ ലാസ്റ്റ് കളക്ഷൻ പ്ലാന്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു വയലറ്റ് പ്ലസ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റാണിത്. മൾട്ടിപ്പറ്റിൽ തന്നെയാണ്. ഇത് ഒരു 3 ലെയേഴ്സൊക്കെ ഉണ്ടാകും, 3 to 4 ലെയേഴ്സൊക്കെ ഉണ്ടാകും. ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R477 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എക്സോട്ടിക് വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വെറൈറ്റിയൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും നിങ്ങൾക്ക്, അതായത് ഓരോരുത്തരുടെയും ഇഷ്ടം എങ്ങനെയായിരിക്കും എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ എന്താ ഷെയർ ചെയ്യുക. ഇതുപോലെ അഡീനിയം പ്ലാന്റ്സ് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സോട്ടിക് അഡീനിയം വെറൈറ്റീസിലെ നമുക്ക് ലാസ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാണണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.